ബിന്ദു കൃഷ്ണ ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇത് ഇത് കുറേ നാളായി ഇങ്ങനെ കിടക്കുകയാണെന്നാണ് പറയുന്നത് ഈ വൈദ്യുത ലൈൻ. ആരും കണ്ടില്ല. ഒരു കുഞ്ഞിന്റെ ജീവൻ വേണ്ടി വന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇതിന് പരിഹാരം ഉണ്ടാവുമെങ്കിൽ പരിഹാരം ഉണ്ടാവാൻ. അതെ ഹാഷ്മി, കൊടിയ അനാസ്ഥയുടെ ഫലമായിട്ടാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. ഈ സാധാരണഗതിയിൽ വേനലവധി കഴിഞ്ഞ് ഏത് സ്കൂളും കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് സ്കൂൾ തുറക്കുന്നത്. ഈ സ്കൂളിൽ ഇത്രയും വൈദ്യുതി കമ്പി ഇങ്ങനെ ജീവൻ അപായം കുഞ്ഞുങ്ങളുടെ തോളിലോ തലയിലോ എത്തത്തക്ക രീതിയിൽ അത്രയും താഴ്ന്നാണ് ഇത് കിടന്നത്. എന്നിട്ടത് കണ്ടില്ല, അല്ലെ കണ്ടിട്ട് പരാതി പറഞ്ഞിട്ട് ആരും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തുന്നത് അങ്ങേയറ്റം ഗുരുതരമായ കൃത്യവിലോപമാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ കൊണ്ട് ഇവർ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അച്ഛനമ്മമാർക്കും ഈ കണ്ണു നിൽക്കുന്ന നമ്മളടക്കമുള്ളവരുടെ കണ്ണുനീര് അതിന് ഫലം ഉണ്ടാകേണ്ടതാണ്. കൃത്യമായ നടപടികളുണ്ട്. നടപടിയെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞിന്റെ ജീവൻ പോയിട്ട് നടപടിയെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. എങ്കിൽ പോലും നമ്മുടെ സ്കൂളുകളിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്ന് ആ സ്കൂൾ കെട്ടിടത്തിന്റെ പഴക്കം കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സ്കൂളുകൾ പലരും ഇത് വൈദ്യുതി കമ്പി തട്ടിയാണ് അപകടം ഉണ്ടായതെങ്കിൽ നാളെ ആ സ്കൂൾ കെട്ടിടത്തിന് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അത്ര ബിന്ദുകൃഷ്ണ, ഇവിടെ നോക്കൂ, അങ്ങനെ ഞങ്ങളുടെ സ്ക്രീൻ കാണാൻ കഴിയുന്ന അറിയില്ല. അത് ക്ലാസ് മുറിയിൽ നിന്നും ഒരു ഒരു എന്താണ് ടേബിളിൻ്റെ കാലോ ഒക്കെ നീട്ടി തൊടാൻ പറ്റുന്ന രീതി കിടക്കുകയാണ്. കുട്ടികൾ അത് ചെയ്യാൻ അവർക്ക് തോന്നില്ല, അവരുടെ പ്രായം അതല്ലേ. അപ്പോൾ ഇതിങ്ങനെ കിടന്നിട്ട് ഇത്ര ഈ കാലം അത്രയും ആർക്കും ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ. അതെ, തീർച്ചയായും അവിശ്വസനീയമാണ്. മാത്രമല്ല, ഞാൻ ഇപ്പോഴത് ചാനൽ കാണുന്നില്ല എങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. അതായത് ഈ ഷീറ്റിട്ട സ്ഥലത്തേക്ക് കയറാൻ ജനലുകൾ തുറന്നു കിടക്കുന്നു, വാതിൽ തുറന്നു കിടക്കുന്നു. സ്വാഭാവികം കളിച്ചു നടക്കുന്ന കുഞ്ഞുങ്ങൾ അവിടേക്ക് എടുത്തിയാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാലകൗതൂഹലങ്ങളിൽ എത്രത്തോളം അവര് അഡ്വഞ്ചറസ് ആയിട്ട് നിൽക്കുമെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അത് ഗൗരവത്തോടെ കരുതലോടെ നോക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നോക്കിയില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം ഉത്തരവാദപ്പെട്ടവരെല്ലാം തന്നെ അതിൽ ഗൗരവം കാണിക്കാത്തതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ശ്രീമതി ബിന്ദു കൃഷ്ണ. എന്തായാലും തേവലക്കര ബോയ്സിൽ സുരക്ഷാ സമിതി കൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്ലൂഡിംഗ് KSEB ഉദ്യോഗസ്ഥർ പങ്കെടുത്താണ് എന്നെനിക്കൊരാൾ ഒരു മെസ്സേജും അതിൻ്റെ അന്ന് സുരക്ഷാ സമിതി ചേരുന്നതിൻ്റെ ഒരു ചിത്രമൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞാനത് ഡെസ്കിലേക്ക് ഇടുകയാണ്. എന്തായാലും എന്തോ ഈ പറയുന്ന രീതിയിലുള്ള സുരക്ഷാ സമിതിയും ഒക്കെ നടന്നതാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ആ വൈദ്യുതിയിൽ മാത്രം ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. അത് മാറ്റണമെന്ന് മാത്രം ആർക്കും തോന്നിയില്ല. ഇത് ജീവനെടുക്കുന്ന ഒരു അപകടക്കിണിയാണ് എന്ന് കാണുന്ന ഒരൊറ്റ ആർക്കും മനസ്സിലാവുന്ന ഏത് കുഞ്ഞുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രത്തോളം നേരത്തെ ബിന്ദുകൃഷ്ണ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ തോളിലോ തലയിലോ ഒക്കെ തട്ടുമട്ടിൽ അത്രയും താഴ്ന്നു കിടക്കുകയാണ്. നോക്കൂ, ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യൻ അവിടെ നിന്ന് കൈ പൊക്കിയാൽ അതിൽ തട്ടും. ആ മട്ടിൽ അത്രയും താഴ്ന്ന് കിടന്നിട്ട് ബാക്കി ഏത് സ്ഥലമാണെങ്കിൽ പോട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കടന്നുകൂടാ. ഒരുപാട് കുഞ്ഞുങ്ങളുള്ള, ഒരുപാട് ആ പ്രായത്തിലുള്ള കുസൃതിയുള്ള കുഞ്ഞുങ്ങളുള്ള ഒരു സ്കൂളിൽ ഈ മട്ടിൽ ഇത് കിടന്നിട്ട് ഇത് ആരും ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അനാസ്ഥയുടെ എത്രത്തോളം പരകോടിയാണ് എന്നതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളും വേദന ഉണ്ടാക്കുന്ന വാർത്തകളും തന്നെയാണ് നമ്മൾ